പൊന്നോണത്തെ വരവേൽക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പൂക്കൾക്കൊപ്പം ഓണത്തപ്പനും വിപണിയിൽ സജീവം. അവയിലെ വരവേൽക്കാനാണ് ഓണത്തപ്പനെ വെക്കുന്നതെന്നാണ് സങ്കല്പം. ഓണത്തപ്പന്മാരെ തേടി നിരവധി പേരാണ് എത്തുന്നത്. പൂവിളിയും പുഞ്ചിരിയുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി. ഓണം എന്ന് കേട്ടാൽ ഓർമ്മ വരുന്നവയിൽ പ്രധാനമാണ് ഓണപ്പൂക്കളവും ഓണത്തപ്പനും. മധ്യകേരളത്തിൽ വീടുകളിൽ മണ്ണ് കുഴച്ചുണ്ടാക്കിയ സ്തൂപാകൃതിയിലുള്ള രൂപം പൂക്കളത്തിനൊപ്പം വയ്ക്കാറുണ്ട്. ഇത് ഓണത്തപ്പൻ എന്നാണ് സങ്കല്പം. മാദേവർ, തൃക്കാക്കരയപ്പൻ എന്നിങ്ങനെയുള്ള പേരുകളുമുണ്ട് ഓണത്തപ്പന്. ഓണത്തിന് മാദേവരെ കൂടി വയ്ക്കുന്ന ചടങ്ങുണ്ട്. ഉത്രാട നാളിലാണ് മാദേവരെ വരവേൽക്കുന്നത്. ചിങ്ങമാസം പിറക്കുന്നതിന് മുൻപേ നിർമ്മാണം ആരംഭിക്കും. മണ്ണ് കുഴച്ച് രൂപമൊരുക്കി ചായം പൂശി. കളിമണ്ണ് വെച്ചാണ് ഓണത്തപ്പം പണിത് എതിരേക്കേണ്ടത്. ഈ എതിരേറ്റ് കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാൻ പാടില്ല. 10 ദിവസം കഴിഞ്ഞാൽ എടുക്കരുത്. അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ച് മണ്ണോട് അലിഞ്ഞു പോണത്. ഓണക്കാലത്ത് പല കുടുംബങ്ങളുടെയും വരുമാനമാർഗം കൂടിയാണ് ഓണത്തപ്പന്മാർ. 5 തൃക്കാക്കരയപ്പന്മാരെയാണ് സാധാരണയായി പൂക്കളത്തിനൊപ്പം വയ്ക്കുക. മുത്തശ്ശി, കുട്ടിപ്പട്ടർ, അമ്മി, ആട്ടുകല്ല് തുടങ്ങിയവയോടൊപ്പം മഹാബലിയെ പ്രതിഷ്ഠിക്കുന്നു. പൊന്നോണത്തെ വരവേൽക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പൂക്കൾക്കൊപ്പം ഓണത്തപ്പനും വിപണിയിൽ സജീവമാണ്. ഒരു സെറ്റിന് 150 200 രൂപയും മുതൽ. വലിപ്പത്തിനനുസരിച്ചാണ് വില. ഇതിന്റെ ഡിമാൻഡ് വെച്ചാൽ ഓണക്കാലം ആകുമ്പോൾ ഇത് വാങ്ങിച്ചിരിക്കുക ആൾക്കാർ. തൃപ്പൂണിത്തുറയാണ് മെയിൻ കച്ചവടം. ഞങ്ങൾ 15 വർഷമായി ഇവിടെ കച്ചവടം വാങ്ങിയിട്ട്. ഈ 15 വർഷം ഞങ്ങൾ വിറ്റ് തീർത്തിട്ടാണ്. എല്ലാവരും പരിചയക്കാരായ എല്ലാവരും ഒന്ന് വാങ്ങി. നല്ല സാധനമാണ് കൊടുക്കുന്നത്. പൂക്കൾക്കൊപ്പം വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഓണത്തപ്പനും ഓണവിപണിയിലെ മനം കുളിർക്കുന്ന കാഴ്ചയാണ്. ഓണക്കാലത്തെ നിറസാന്നിധ്യം. ഓണത്തപ്പന്മാർ ഇതിനോടകം തന്നെ ഓണവിപണിയിൽ സജീവമായി കഴിഞ്ഞു. ഇനി പൊന്നോണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ്. മാഹിനും സജിനുമൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.